ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. കുറേ കാലം മുമ്പ് കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്നവർ വായിച്ചത് മലാക്കിയുടെ പുസ്തകമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം. തീരെ ചെറിയ 3 അധ്യായങ്ങൾ. ആ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്: അവിടുന്ന് വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെ എൻ്റെ മുമ്പിൽ ഉപവിഷ്ടനായി. എന്തുകൊണ്ടോ ആ വചനം അവരെ തൊട്ടു. ഈ വാക്കിന് യേശുവും അബ്ബായും തമ്മിലുള്ള എന്തോ ബന്ധത്തെ നിർവചിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ഒരു വെള്ളിപ്പണിക്കാരനെ തന്നെ കണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അത്ര കൃത്യമായിട്ട് കാരണം പറഞ്ഞില്ല. എന്നാലും വെറുതെ ഈ വെള്ളി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. വലിയ മമതയോടെ, വലിയ ആഭിമുഖ്യത്തോടെ അയാൾ അതവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകളിൽ ഒരു വിളി ചോദിച്ചു: ഈ പ്രക്രിയ നടക്കുമ്പോൾ ഈ വെള്ളിപ്പണിക്കാരൻ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് മാറിയിരിക്കുകയാണോ, അതോ അതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണോ? അയാൾ പറഞ്ഞു, ഉറ്റുനോക്കാതിരിക്കാതെ തരമില്ല മാഡം. കാരണം താപം കൊണ്ടുള്ള കളിയാണ്. ഒരു നേരിയ വ്യത്യാസം ഉണ്ടായാൽ പോലും ഇങ്ങനെ ആ വെള്ളിയുടെ മാറ്റിന് ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ ശുദ്ധീകരണം നടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നോക്കിയിരുന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഭംഗിയാവുകയുള്ളൂ. കണ്ണു നിറഞ്ഞ് ഈ സ്ത്രീകൾ ഓർത്തു, യേശുവിൻ്റെ ജീവിതത്തിൽ ആരോ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ പണിക്കാരൻ പറഞ്ഞു: മാഡം, ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ട്. എപ്പോഴാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ അവസാനിക്കുന്നത്? എപ്പോഴാണോ ഈ പണിക്കാരൻ തൻ്റെ മുഖം ഈ തിളച്ചുമറിയുന്ന വെള്ളിയിൽ കാണുന്നത്, തെളിയുന്നത്? അപ്പോഴാണ്. പിന്നെ അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ബാധ്യതയില്ല. 33 സംവത്സരം ഇങ്ങനെ അബ്ബ മകന് ഉറ്റുനോക്കിയായിരുന്നു. അവസാനത്തോളം, ഒടുവിൽ തൻ്റെ തന്നെ രൂപം പൂർണ്ണമായിട്ട് അവനിൽ തെളിയുവോളം ദുഃഖവും പ്രലോഭനങ്ങളും അപമാനങ്ങളും ഒക്കെ ഇത്തരം ശുദ്ധീകരണത്തിനുള്ള വേദിയായിട്ട് മാത്രമായിരിക്കണം യേശു കണ്ടത്. ദുഃഖം മാത്രമല്ല മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്, പ്രലോഭനങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്നറിയണമെങ്കിൽ ചില പ്രലോഭനങ്ങൾ കടന്നുപോയേ പറ്റുമെന്നൊക്കെ ആർക്കാണ് അറിയാത്തത്? ഓരോരുത്തരൊരു ടീ ബാഗ് കണക്കെന്നൊക്കെ ഈ നാൻസി റിഗൻ്റെ ഒരു വളരെ ഇങ്ങനെ ഘോഷിക്കപ്പെടുന്നൊരു കോട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നിശ്ചയമായിട്ടും ചൂടുവെള്ളത്തിൽ നിങ്ങളെ മുക്കാതെ തരമില്ല. യേശുവിൻ്റെ ആ പ്രലോഭന കഥ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഒടുവിൽ അവിടത്തേക്ക് ഒരു കാര്യം തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ആ പഴയ നിയമത്തിൽ ആ ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. ജോബിനെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായിരുന്നു ദൈവത്തിന്. പക്ഷേ സാത്താൻ അത്രയും മതിപ്പില്ല. സാത്താൻ പറഞ്ഞു: നീ അവനെല്ലാം നന്നായിട്ട് ചെയ്തിരിക്കുന്നു, നീ എന്താ അവന് ചെയ്തു കൊടുക്കാത്തത്? ആട്ടിൻപറ്റങ്ങൾ, കുടുംബം, എന്തിന്? നീ തന്നെ അവൻ്റെ ഭൂമിക്ക് വേലി പോലും കെട്ടിക്കൊടുത്തിരിക്കുന്നു. അത്രയും സുരക്ഷിതത്തിലാണ് നീ അവനെ പാർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവൻ നിന്നോട് ആഭിമുഖ്യത്തിലായിരിക്കും, നിന്നോട് ഇഷ്ടത്തിലായിരിക്കുക എന്നുള്ളതിനകത്ത് അത്ര കൊട്ടിഘോഷിക്കപ്പെടേണ്ട കാര്യമൊന്നും അല്ലത്. എന്നിട്ട് ഏതൊരു കാലത്തെയും ആ ഭക്തനെ മുൾമുനയിൽ നിർത്തുന്ന, ഏതൊരു കാലത്തെയും ദൈവത്തെ ഇങ്ങനെ ഒരുപക്ഷെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന വല്ലാത്തൊരു ചോദ്യം സാത്താൻ പറഞ്ഞു: എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയല്ലാതെ ആരെങ്കിലും നിന്നെ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം ഒരുപക്ഷെ മാനുഷികമായ ഭാഷയാണ്, വിയർത്തുപോയൊരു നിമിഷമായിരിക്കാം. ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന ഭക്തരൊക്കെ ദൈവത്തിൻ്റെ സ്മൃതിയിൽ വന്നിട്ടുണ്ടാകും. അവരിൽ എത്ര പേരെക്കുറിച്ച് അത് പറയാൻ ധൈര്യമുണ്ടാകും? ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക, ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യമായ പരീക്ഷണത്തിലൂടെ പുത്രൻ കടന്നുപോയ കഥയാണ് മരുഭൂമിയിലെ പ്രലോഭനം. ഒരു കാരണമില്ല. അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നത് യേശുവിന് ജ്ഞാനസ്നാനമാണ്. ജ്ഞാനസ്നാനം വളരെ ഭംഗിയുള്ള അനുഭവം. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ മുങ്ങിനി വരുന്നു. ആകാശത്തുനിന്ന് ഒരു മേഘം വന്ന് അവനെ പൊതിഞ്ഞിട്ട് പറയുന്നു: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. എല്ലാവരും ജ്ഞാനസ്നാന പ്രക്രിയ സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു. ഒത്തിരി ബന്ധുക്കൾ, ഒത്തിരി വിരുന്നുകാർ, വെള്ളവസ്ത്രം, കയ്യിൽ മെഴുതിരി, പള്ളിയിലെ പ്രാർത്ഥനാ ഗീതങ്ങൾ. പക്ഷേ ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു ജ്ഞാനസ്നാന നിരത്ത് ആകാശം നിങ്ങളെ പൊതിഞ്ഞ് മന്ത്രിച്ച ആ കാര്യം പിന്നീട് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. എന്താണത്? നിങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ പ്രിയപുത്രൻ തന്നെയാണോ? അതിനായിരിക്കണം
ഒരുപക്ഷെ 2 സ്നാനം ഉണ്ടെന്നൊക്കെ വേദപുസ്തകം പറയുന്നു. ഒന്ന് ജലസ്നാനവും 2 അഗ്നിസ്നാനവും. മിക്കവാറും ഈ ജലസ്നാനം കഴിഞ്ഞവരാണ് നമ്മളെന്നൊക്കെ നമ്മൾ ഹുങ്ക് പറയുന്നുണ്ട്. പക്ഷേ അഗ്നിസ്നാനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ആ അഗ്നിസ്നാനത്തിലൂടെ കടന്നു പോകേണ്ടി വരിക എന്ന ആ ഒരു തുടർച്ചയിലാണ് വേദപുസ്തകത്തിൻ്റെ ഭംഗി കിടക്കുക. ജ്ഞാനസ്നാനം കഴിഞ്ഞ് ഉടനെ നമ്മൾ വായിച്ച് കേൾക്കുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുട്ടുപൊള്ളുകയാണ്. അങ്ങനെ മീതെയും താഴെയും മണ്ണ് കത്തുകയും മാനം കത്തുകയും ഒക്കെ ചെയ്യുന്ന ആ മരുഭൂമിയിൽ 40 ദിവസം അവനുണ്ടായിരുന്നു. മാർക്കോസ് വളരെ ചെറിയ വാക്കുകളിലാണ് ആ ഒരു അനുഭവത്തെ രേഖപ്പെടുത്തുക. ആ ഒരൊറ്റ വാക്കിനകത്ത് വേണമെങ്കിൽ ആ മുഴുവൻ കാര്യങ്ങളും അയാൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അവൻ വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു. അപ്പോൾ റിഫൈൻ ചെയ്യപ്പെടാത്ത, ശുദ്ധീകരിക്കപ്പെടാത്ത മാനുഷിക ഭാവങ്ങൾ വിളിക്കുന്ന വാക്കാണ് ഈ വന്യത എന്ന് പറയുക. ഒരുപക്ഷെ കാടുമൊക്കെ ആയിട്ട് ഇതിൽ സ്നേഹമുള്ളതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ധൈര്യക്കുറവുണ്ട്. എന്നാലും നടപ്പരീതികളിൽ നിന്ന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാതെ തരമില്ല. അപ്പോൾ ആ വന്യമായ എല്ലാത്തിൻ്റെയും സങ്കേതത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചാടുകയും അയാൾ എന്തൊക്കെ ആ പ്രലോഭനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അയാളുടെ പ്രലോഭനങ്ങളെ ഒരു 3 രീതിയിലായിട്ട് നമുക്ക് വളരെ ബ്രോഡായിട്ട് വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെ അപ്പവുമായി ബന്ധപ്പെട്ട പ്രലോഭനമാണ്. മുമ്പൊരിക്കൽ നമ്മളത് തന്നെ എടുത്ത് കുറച്ച് വിശദമായി സംസാരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ അമിത വൈകാര്യത്തിലേക്ക് വഴുതിപ്പോകുന്ന ജീവിതമുണ്ട്. എല്ലാ കാര്യങ്ങളും ശമനം അർഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളതിനെയൊക്കെ നിങ്ങൾ പ്രാപിക്കണമോ? ഇഷ്ടമുള്ളതിനെയൊക്കെ സ്വന്തമാക്കണമോ? അല്ലെങ്കിൽ അനിഷ്ടമുള്ളതിനോടൊക്കെ ക്ഷോഭത്തിലാവണമോ? അപ്രിയം വിഷമമുള്ളതിൻ്റെയൊക്കെ പേരിൽ വിഷാദത്തിലേക്ക് വഴുതിപ്പോണമോ? മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വൈകാരികത എന്ന് പറയുന്നൊരു തലത്തെ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൈകാരികത നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ എന്നാ ചെയ്യും? അപ്പം അത് വാസ്തവത്തിൽ വല്ലാത്തൊരു പ്രലോഭനമാണ്. ജീവിതസന്ധാരണവുമായി ബന്ധപ്പെട്ട് എന്നും ആ പ്രശ്നമുണ്ട്. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും എന്തിന് ജീവിക്കുന്നു എന്നുള്ളതും. എങ്ങനെ ജീവിക്കുന്നത് മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ എന്തു ആവാം. പിന്നെ ഇതൊക്കെ പ്രലോഭനമായിട്ട് അനുഭവപ്പെടുന്ന പ്രശ്നം പോലും ഇല്ല. 40 ദിവസം വിശന്നൊരു മനുഷ്യന് കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ളതല്ല, കല്ല് തന്നെ ഇങ്ങനെ കഴിക്കാനുള്ള വിശപ്പുണ്ട്. വിശേഷിച്ചും അതുമായി ബന്ധപ്പെട്ട എക്സൈറ്റിക്കൽ പഠനങ്ങളിൽ പറയുന്നത് ഇവിടെ ഒരു പ്രത്യേകതരം കല്ല്, ചുണ്ണാമ്പ് കല്ലുകളുണ്ട്, ഇങ്ങനെ എക്സാക്റ്റ് അപ്പം കണക്ക് തന്നെ തോന്നിക്കുന്നതാണ്. വിശക്കുന്നതിന് തൻ്റെ പരിസരത്തുള്ള എല്ലാ അപ്പമായിട്ട് തോന്നിയിരിക്കും. എന്നിട്ട് എന്തുകൊണ്ട് യേശു ഇത് ഭക്ഷിക്കേണ്ട, ഈ കല്ലിനെ അപ്പമാക്കി മാറ്റേണ്ട എന്ന് തീരുമാനിച്ചു? പക്ഷെ എന്താ പ്രലോഭനം എന്ന് പറയുന്നത്? കല്ലിനെ അപ്പമാക്കി മാറ്റുന്നതിനകത്ത് എന്താ അപാകത? അപ്പോൾ നമ്മൾ എന്താ ഈ പ്രലോഭനം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് വളരെ സബ്ജക്റ്റീവായൊരു കാര്യമാണ്. ഒരാളുടെ ജീവിത ദൗത്യവുമായിട്ട് നിയോഗവുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തെ വിളിക്കുന്ന വാക്കാ പ്രലോഭനം. ഒരു പ്രലോഭനം അതിൽ തന്നെ ഒരു തെറ്റോ തിന്മയായിട്ട് അനുഭവപ്പെടണമെന്നില്ല. ഒരു കളിപ്പാട്ടം തീർച്ചയായിട്ടും ഒരു പ്രലോഭനമാണോ? അല്ല, കൗതുകമുള്ള കാര്യമാണ്. എന്നാൽ അന്തിക്ക് അത്താഴത്തിന് അരിവാങ്ങാൻ പോയ കുട്ടി അത് മറന്ന് ആ പണം കൊണ്ട് കളിപ്പാട്ടവുമായിട്ട് മടങ്ങി വരിക എന്ന് പറയുന്നതിനകത്ത് എന്തോ അപാകതയുണ്ട്. ചിലപ്പോൾ ഒരു ബാച്ചുലർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു ഗൃഹസ്ഥന്, ഒരു വിവാഹിതനായ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത വഴികളുമായിട്ട് പൊരുത്തമില്ലാത്തൊരു കാര്യമാണ് പ്രലോഭനം എന്ന് പറയുന്നത്. എന്തും മനുഷ്യൻ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിന് എന്തെങ്കിലും എൻ്റെ ജീവിത ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ള അന്വേഷണമാണ് ഓരോ കാര്യത്തെയും പ്രലോഭനമായിട്ട് തിരിച്ചറിയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ യേശുവിനറിയാം ഇങ്ങനെ കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്നുള്ളതല്ല തൻ്റെ ധർമ്മം. പിന്നെയോ ഈ തന്നെ അപ്പമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മാംസത്തെ അപ്പമായിട്ട് കൊടുക്കുക എന്ന് പറയാം. അതിനുവേണ്ടി ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഭാവന കൊണ്ടും ധ്യാനം കൊണ്ടും ഒക്കെ ഒരുങ്ങുന്ന ഒരു വ്യക്തി ഇത്തരം ആ ചെപ്പിട വിദ്യകളിൽ ഇങ്ങനെ കുരുങ്ങിക്കൂടാ. അപ്പോൾ ജീവിതത്തിന് ഒരു കുലീനത കൊടുക്കുന്നത് അത് ഡിഫൈൻ ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട ബാധ്യത ഉണ്ടാവുക. ഒരിക്കൽ സൂചിപ്പിച്ചൊരു സംഭവമാണെന്ന് തന്നെയാണ് ഓർമ്മ. ഇങ്ങനെ വീട്ടിൽ കൃഷി നടത്തുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒത്തിരി അതിനകത്ത് ഇതിന് നിരക്കാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ വീട്ടിൽ അയാളുടെ മകൻ ഇങ്ങനെ കുറച്ച് ദിവസം പട്ടിണി കിടന്നു. അപ്പോൾ ഇത് നമുക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ അപ്പം കുട്ടിയെ അവഗണിച്ചു. പിന്നെയും ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അയാൾ ഹൃദയവേദനയോടുകൂടി ചോദിക്കുന്നുണ്ട്, നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഈ ചെറിയ കുട്ടി അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ജീവിക്കണോ? ഓരോ കാര്യത്തിനകത്തും അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ ഇങ്ങനെ ജീവിക്കണോ? കള്ള് വിറ്റ് ജീവിക്കണോ? മണ്ണൂറ്റി ജീവിക്കണമോ? മരം മുറിച്ച് ജീവിക്കണമോ? പാറ പൊട്ടി ജീവിക്കണമോ?
മായം കലർത്ത് ജീവിക്കണമോ? അപ്പോൾ ജീവിക്കുന്നു എന്നൊരു കാരണത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീതീകരിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന ധാർമ്മികത പ്രശ്നമാണ് ഇത്. അല്ലാതെ കല്ലപ്പമാക്കി മാറ്റുന്നതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം? മറ്റൊരാൾ ആ അപ്പമാക്കി മാറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ ക്രിസ്തു മാറ്റാൻ പാടില്ല. കാരണം അത് അയാളുടെ ജീവിതദൗത്യമായിട്ട് ആ പൊരുത്തമുള്ളൊരു കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ പാഠം അത് തന്നെയാണ്. ഇങ്ങനെ കുറേ കൂടി വാക്കുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന വാക്കുകൊണ്ടാണ്. വാക്കുകൊണ്ട് ജീവിക്കുന്നവർ ഒരു സമൂഹം ഈ 12,000 വർഷങ്ങൾക്ക് ശേഷവും അവൻ്റെ ശ്രേണിയുമായി ബന്ധപ്പെട്ട് അവൻ്റെ ധർമ്മവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരിലൊന്ന് രൂപപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തലകുനിക്കേണ്ടതായിട്ട് വരുന്നു. എല്ലാത്തിനകത്തും ഈ പെട്ടുപോകുന്ന മനുഷ്യരെന്ന നിലയിലാണ് ക്രിസ്തീയ ധർമ്മത്തിൽപ്പെട്ട പലരെക്കുറിച്ചും പൊതുവെയുള്ള ധാരണ. എന്തിനും പെട്ടുപോകുന്നു, എന്തിനും ലാഭം അന്വേഷിക്കുന്നു, എന്തിനും നിലനിൽപ്പ് അന്വേഷിക്കുന്നു. രണ്ടാമത് ഇങ്ങനെ അത്ഭുതങ്ങൾ ഇല്ലാത്ത ഒരു വിശ്വാസ ജീവിതം സാധ്യമാണെന്നുള്ള അന്വേഷണമാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം അത്ഭുതങ്ങൾക്കും ഒരു മതജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിനകത്ത് സാങ്കത്യമുണ്ട്, പ്രസക്തിയുണ്ട്. മാർക്കിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, അറ്റസ്റ്റ് ചെയ്തു. പറയുന്ന കാര്യങ്ങൾക്ക് യേശുവുമായി ബന്ധമുണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ ദൃശ്യരൂപമാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിലും അത് ഏറ്റുപറയുന്ന ഇടങ്ങളിലും വിശ്വസിക്കുന്ന ഇടങ്ങളിലുമൊക്കെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആനുപാതികമല്ലാതെ ഈ അത്ഭുതങ്ങളിലേക്ക് ചായുന്നൊരു മനസ്സ് യേശുവിന് നിരക്കുന്നതാണ്. യേശുവിൻ്റെ തന്നെ ജീവിതം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ജീവിതത്തിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ നിശ്ചയമായിട്ട് അത്ഭുതങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ യേശു ഇങ്ങനെ പ്രബോധനങ്ങളിലേക്കും അഗാധമായ ജീവിത നിലപാടുകളെക്കുറിച്ചും കുലീനമായ ജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയും പതുക്കെ ഈ അത്ഭുതങ്ങളുടെ മീതെയുള്ള ആ ഒരു ചായ്വ് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങളില്ലാത്തൊരു വിശ്വാസ ജീവിതം സാധ്യമാണോ? അവനെ ഇങ്ങനെ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി മുഖപ്പിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, താഴേക്ക് ചാടുക, നിന്നെ താങ്ങാനായിട്ട് ദൈവദൂതന്മാരുണ്ടായിരിക്കുമല്ലോ. ദൈവദൂതന്മാർ കൃത്യമായ സങ്കീർത്തനങ്ങളാണ് പറയുന്നത്. അവൻ്റെ കാൽപാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ വേണ്ടി ആ മാലാഖമാർ അവനെ കാത്തുകൊള്ളാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ ദൈവികമായ പരിവേഷമുണ്ട്, ആ വചനത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്, ആ സങ്കീർത്തനങ്ങളുടെ പിൻബലമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ അത്രയും നീതീകരിക്കപ്പെടേണ്ടത്. അത്ഭുതങ്ങൾ ചിലപ്പോഴെങ്കിലും യേശു പറയുന്ന കണക്ക് ഇങ്ങനെ ദൈവത്തെ പരീക്ഷിക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ടോ? വളരെ കൃത്യമായിട്ട് യേശു സാത്താനോട് പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറയുന്നു. ചിലപ്പോഴെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി ശഠിക്കുമ്പോൾ അത്ഭുതങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ എവിടെയൊക്കെയോ ആ ദൈവം എന്ന് പറയുന്ന ആ സനാതന വിചാരത്തെ നമ്മളിങ്ങനെ ഒരു പരീക്ഷണ വസ്തുവാക്കിയ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. എൻ്റെ ഒരു ആ ചെറിയ പ്രായത്തിൻ്റെ വിവേകം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഈ വസ്തുതകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല, അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന ഹൃദയവിശാലതയാണ് ശരിയായ അത്ഭുതം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ കണക്കൊക്കെ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ മാറാതുണ്ട്. ജീവിതത്തിൽ 199 കാര്യങ്ങൾക്കകത്തും മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ മാറ്റമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹൃദയവിശാലതയാണ് ദൈവം ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആന്തരിക വെട്ടമെന്ന് തന്നെ ഞാൻ വിചാരിക്കുക. അപ്പോൾ രണ്ടതാണ്, ഈ അത്ഭുതങ്ങളിൽ ഇത്രയും പെട്ടുപോകാത്ത ഒരു വിശ്വാസ ജീവിതം ഇനിയും സാധ്യമാണോ? പലപ്പോഴും അതിന് നിരക്കാത്ത മട്ടിൽ ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ തിടപ്പെടുന്നത് കണ്ട് ആവശ്യത്തിലേറെ ഭീതി തോന്നുന്നുണ്ട്. പിന്നെ ഒടുവിലായിട്ട് മനുഷ്യൻ്റെ സാമൂഹ്യ ക്രമമായിട്ട് സോഷ്യൽ ലിവിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നാമത്തെ സൂചനയാണ് തിന്മ അവനിങ്ങനെ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഭൂമിയുടെ മുഴുവൻ ആഡംബരങ്ങളും കാണിച്ചു. ദ സ്പ്ലെൻഡർ ഓഫ് ദ ഹോൾ വേൾഡ്, സമസ്ത ഐശ്വര്യങ്ങളും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ നിനക്ക് നിശ്ചയമായിട്ടും തരാം, എന്നെ നമസ്കരിച്ചാൽ മതി. വലിയൊരു വേദപുസ്തക സമസ്യയുടെ പരിഹാരമാണ് ഇത്. കാരണം പഴയ നിയമം മുഴുവൻ പറയാനായിട്ട് ശ്രമിക്കുന്നൊരു കാര്യം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ വലിയ ഐശ്വര്യങ്ങളുണ്ടാകും, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആട്ടുംപറ്റങ്ങളുണ്ടാവും, നൊക്കത്താ ദൂരത്തിൽ ഭൂവിടങ്ങളുണ്ടാവും, എണ്ണിത്തീർക്കാനാവാത്ത അടിമകളുണ്ടാവും. ഒരാളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് വേദപുസ്തകം പറഞ്ഞാൽ ഉടനെ തന്നെ കൃത്യമായിട്ട് അയാൾ ഇൻവെൻറ്ററീസ്, അയാളുടെ കൂടെയുള്ള കാര്യങ്ങൾ, അയാളുടെ കൈവശമുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു ദീർഘമായ പട്ടികയാണ് വേദപുസ്തകം നിരത്തുക. അങ്ങനെയെങ്കിൽ ആ പുതിയ നിയമത്തിൽ അലഞ്ഞു കിടക്കും ചെറുപ്പക്കാരൻ, നമ്മുടെ മരപ്പണിക്കാരനായ ജ്യേഷ്ഠൻ, സൂര്യതാപമേറ്റ് കരിവാളിച്ചു പോയവൻ, അവൻ എന്താ ഐശ്വര്യമുള്ളത്? യെശയ്യാ പറയുന്ന കണക്ക് അവൻ അഴകും ഐശ്വര്യമില്ലായിരുന്നു. അപ്പോൾ ഈ അഴകും ഐശ്വര്യം ഇല്ലാത്ത ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് വല്ലാത്ത പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒരു മുഹൂർത്തമായിരുന്നു ഇത്.
ഇപ്പോൾ യേശുവിന് മനസ്സിലായി മനുഷ്യരുടെ ഈ ക്രമാതീതമായ ഐശ്വര്യങ്ങൾക്ക് കാരണം എപ്പോഴും ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ആവണമെന്നില്ല. അവർ ചെറിയ അളവിലോ വലിയ അളവിലോ തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ ഈ തിന്മയുമായിട്ട് സന്ധി ചെയ്യുന്നുണ്ടോ? അപ്പോൾ യേശുവിൻ്റെ വല്ലാത്തൊരു ജീവിതവീക്ഷണം കിട്ടിയാണ്. അത്തരൊരു ജീവിതവീക്ഷണത്തിൽ നിന്നാണ് ഈ ദരിദ്ര ഭാഗ്യവാന്മാരെന്ന് അഷ്ടഭാഗ്യങ്ങളിൽ ആദ്യത്തേതായിട്ട് യേശു പറഞ്ഞു തുടങ്ങിയത്. താഴോട്ടിറങ്ങി വരുമ്പോൾ ആൾക്കൂട്ടം കാത്തുനിൽപ്പുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ദരിദ്രരാണ്. അവർ നമസ്കരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ഇത്രയും കാലം ദരിദ്രിപ്പിക്കപ്പെടുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുന്നതും നമ്മുടെ അപ്പന്മാരിങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുന്നതും നമ്മുടെ പെങ്ങന്മാരെ കെട്ടിച്ചേക്കാൻ പറ്റാത്തതും നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാതെ പോകുന്നതും ഒക്കെ ഇങ്ങനെ ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ അല്ല ആരോ പറഞ്ഞത്. അല്ല, നിങ്ങൾ തിന്മയുമായിട്ട് ഒരു തരത്തിൽ സന്ധിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട്, കുലീന ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു 3 ചുവടുകളിൽ സംഭവിക്കുന്ന ശുദ്ധീകരണം ഇത്. ഒന്ന്, അമിത വൈകാരികതയിൽ പെട്ടുപോകാത്ത, സ്വന്തം ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയിലൂടെയൊക്കെ ആർക്ക് വേണമെങ്കിലും ചായാം. അതിനകത്തു നിന്നൊക്കെ വല്ലാത്തൊരു പ്രതിരോധവും സുരക്ഷിതത്വമൊക്കെയാണ് ഒന്നാമത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വാക്കുകൊണ്ട് ജീവിക്കുന്നവരുടെ, ഫിലോസഫിക്കലായിട്ട് ജീവിക്കുന്നവരുടെ കാലം വരുന്നു. കാലം വരാനിരിക്കുന്നേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തിരയുന്ന ഒരു സമൂഹം. ആരോ പരിഹാസപൂർവ്വം ചോദിക്കുന്ന കണക്ക് ഈ സൂപ്പർ മാർക്കറ്റും പള്ളിയും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളുടെ പള്ളിയുടെ പുറത്തായിട്ട് റിക്വസ്റ്റ് നോട്ട് പെർമിറ്റഡ്, ഇങ്ങനെ ആവശ്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊരു ബോർഡ് എഴുതി വെച്ച് കഴിയുന്നാൽ എത്ര പെട്ടെന്ന് പള്ളി ശൂന്യമാകും. ഇത്തരം ആരോപണങ്ങൾക്ക് വിശ്വാസിയാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ് ഇത്. ഇങ്ങനെ ആവശ്യങ്ങൾ ഇല്ലാത്ത ഒരു ഇടം. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളിൽ ഒന്നായിട്ട് അനുഭവപ്പെടുന്നത് യേശുവിൻ്റെ ഈ മൊഴിയാണ്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. യു വോണ്ട് ആസ്ക്. അലച്ചിലുകളില്ല, അന്വേഷണങ്ങളില്ല, ആവശ്യങ്ങളില്ല. വെറുതെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുന്ന ഭക്തരുടെ കാലം വരാനിരിക്കുന്നു. ഒടുവിലായിട്ട് ആ സാമൂഹ്യ ക്രമവുമായി ബന്ധപ്പെട്ട് അവനവൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാവേണ്ട ഒരുറപ്പ്. പലപ്പോഴും ധനമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏകകമായിട്ട് മാറുന്നു. പുതിയ കാലത്തിൻ്റെ ആ വിഗ്രഹം ധനമെന്ന് തന്നെയാണ്. പുതിയ കാലത്തിൻ്റെ മാത്രമല്ല, 2000 വർഷം പഴക്കമുള്ള നമ്മുടെ വേദപുസ്തകം പറയുന്നത് അത് തന്നെയാണ്. ആ ധനം തന്നെയായ പുതിയ വിഗ്രഹം. അതിനകത്തൊക്കെ ഇങ്ങനെ മനുഷ്യർ പെട്ട് അതിന് ചുറ്റും ഭ്രമണം ചെയ്ത് അതിനുവേണ്ടി എന്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരു കാലത്തിനകത്ത് അതൊക്കെ മാറി നിന്നുകൊണ്ട് പറയാനായിട്ട് ധൈര്യമുണ്ടാവണം, ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എത്ര ഭംഗിയായിട്ട് തലയെടുപ്പോട് നടക്കാൻ പറ്റും. അങ്ങനെ മനുഷ്യൻ്റെ വൈയക്തികവും ആന്തരികവും സാമൂഹികവുമായ ജീവിത ദിശകളിൽ കൃത്യമായ പ്രകാശം കാണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തലയെടുപ്പോട് നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. സാത്താൻ അവനെ തൽക്കാലത്തേക്ക് വിട്ടിട്ട് പോയി. തൽക്കാലത്തേക്ക് മാത്രം കേട്ടോ. ഇനി പല രീതിയിൽ പല ഭാവങ്ങളിൽ അവനെ തേടി വരും. മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചു. ദൈവം തിളച്ച് മറിയുന്ന ആ വെള്ളിലായനിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. പതുക്കെ പതുക്കെ തൻ്റെ മുഖം എത്ര ഭംഗിയായിട്ടാണ് തൻ്റെ പുത്രനിൽ തെളിയുന്നവർക്ക് കണ്ണു നിറഞ്ഞ്. ആമേൻ. മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.